നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ദിവസം ഒരുപാട് വാർത്തകൾ കാണാറുണ്ടല്ലേ? നല്ല വാർത്തകൾ, വളരെ സീരിയസ് ആയിട്ടുള്ള വാർത്തകൾ, രാഷ്ട്രീയ വാർത്തകൾ, നമുക്ക് വേദനയുണ്ടാക്കുന്ന വാർത്തകളും നമ്മൾ കാണാറും കേൾക്കാറും ഒക്കെയുണ്ട്. നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെയും അങ്ങനെ വിഷമം ഉണ്ടാക്കുന്നതാണ്. ചില കൗതുക വാർത്തകളുണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരു ദൃശ്യമാകാം. ഇന്ന് ഞാൻ പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത് വളരെ കൗതുകമുണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ്. നമ്മുടെ മുഖ്യമന്ത്രി വളരെ കർക്കശക്കാരനാണ് എന്ന് പറയാറുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം ഒരു സെൽഫി എടുത്താൽ പോലും ചിലപ്പോൾ എടുക്കാൻ ശ്രമിച്ചാൽ കിട്ടാറില്ല. ആ ഏറ്റവും ഒടുവിൽ വിവാദമായ ദൃശ്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ വളരെ കൗതുകമുള്ള ഒരു ദൃശ്യങ്ങളിലേക്ക് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അപ്പോ ഇങ്ങനെ ഒരു ദൃശ്യം കാണുമ്പോൾ ആരാണ് മുഖ്യമന്ത്രിയുടെ കവിളിൽ പിടിച്ച് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു സ്ത്രീ എന്നൊരു സംശയം ആർക്കും ഉണ്ടാകും. മുഖ്യമന്ത്രി ചിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ പിടിച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്ത് സ്പർശിച്ച് സംസാരിക്കാൻ പറ്റുന്ന അത്രയും സ്വാതന്ത്ര്യവും ധൈര്യവും ഇവിടെ ആർക്കാണ് എന്ന് സംശയം ഓരോ പ്രേക്ഷകരെ സംബന്ധിച്ചും തോന്നും. ഇത് പിണറായിയിലെ ശാരദാ വിലാസം ജൂനിയർ ബേസിക് സ്കൂളിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം 4ാം ക്ലാസ് വരെ പഠിച്ച സഹപാഠിയാണ്. പി പത്മാവതി എന്നാണ് അവരുടെ പേര്. ഇന്ന് പിണറായി കൺവെൻഷൻ സെൻട്രലിൽ നടന്ന ധർമ്മടം മണ്ഡലം LDF വികസന സംവാദ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പത്മാവതി. അവിടെ വെച്ചാണ് തൻ്റെ സഹപാഠിയെ പത്മാവതി കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി വേദി വിട്ട് പുറത്തിറങ്ങുമ്പോഴായിരുന്നു രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയത്. അപ്പോഴാണ് ഈ ഊഷ്മള സൗഹൃദത്തിൻ്റെ ഈ കാഴ്ച അവിടെ ജനിക്കുന്നത്. ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ കൈ പിടിച്ച് സംസാരിക്കുന്ന പത്മാവതിയുടെ ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ മാധ്യമങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു. എന്തായാലും ഇത് വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യം. അപ്പോൾ മുഖ്യമന്ത്രി വെറും കർക്കശക്കാരൻ മാത്രവുമല്ല, വലിയ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങളാണ് ഇത്. അപ്പോൾ വളരെ സുന്ദരമായ കൗതുകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിനിടെയൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായ എത്രയെത്ര വാർത്തകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യം ഇപ്പോൾ നമ്മളുടെ ഫോക്കസ് വാർത്തയിൽ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം ജില്ലയിൽ ചെമ്പിക്കൽ ആദവനാട് ഊരോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോറിയിലേക്ക് ലോറി മറിഞ്ഞ സംഭവം പ്രേക്ഷകർ അറിഞ്ഞിരിക്കും. ആ ലോറി 1 മണിയോടുകൂടിയാണ് അത്തരമൊരു അപകടം അവിടെ ഉണ്ടാകുന്നത്. ആ ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ക്ലീനറെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഉരുക്ക് വടം എത്തിച്ചു എങ്കിലും നീളം കുറവായതിനാൽ മറ്റൊരു വടം എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ക്രെയിൻ സംഭവ സ്ഥലത്തുണ്ട്. ലോറി കോറിയിലേക്ക് മറിഞ്ഞ് ഉണ്ടായിട്ടുള്ള അപകടമാണ്. ഈ അപകടത്തിൽ ആ സമയത്ത് ഡ്രൈവറും അപകടത്തിൽപ്പെട്ടിരുന്നു. പക്ഷേ ഡ്രൈവറെ രക്ഷപ്പെടുത്താനായി, ക്ലീനറെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ക്ലീനർ ഇപ്പോഴും വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് സാഹചര്യം. ഫയർഫോഴ്സ് സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വളരെ ഊർജിതമായി അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അവിടെ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ക്രെയിൻ എത്തിച്ച് ആ വാഹനം ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലായി നടന്നുകൊണ്ട് വരുന്നത്. ഇപ്പോൾ വളരെ ഊർജിതമായി രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ അത് ഉയർത്താനാകുന്നില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ക്ലീനർ അതിനുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ജിഷാദ് വളാഞ്ചേരി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷാദ്, വളരെ ദുർഘടമായ ഒരു രക്ഷാദൗത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മണിയോടുകൂടി സംഭവിച്ച അപകടമാണ്. ഇപ്പോൾ ആ ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്?
രേണുക ഊരോത്തുപള്ളിയാലിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അപകടം നടക്കുന്നത്. അപകടത്തിൽ ലോറിയിലുണ്ടായിരുന്ന ക്ലീനറാണ് അകപ്പെട്ട് കിടക്കുന്നത്. അതിദാരുണമായ സംഭവമാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു, എന്നിട്ടും ഇയാളെ രക്ഷപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പല സംവിധാനങ്ങളും വന്ന് പരാജയപ്പെട്ടു. അതായത് ക്രെയിനിൻ്റെ റോപ്പ് വലിപ്പം പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ പുതിയ റോപ്പ് എത്തിക്കുന്നത്. അതിന് മുന്നേ സമയങ്ങൾ പിടിക്കും. കാരണം ഒരു മനുഷ്യജീവനാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു ഈ വണ്ടിക്കകത്ത് അകപ്പെട്ടിട്ട്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. ഈ ആദവനാട് ഊരോത്തുപള്ളിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറ്റത്തിൽ നിയന്ത്രണം വിട്ട ലോറി ഈ കോറിയിലേക്ക് മറിയുകയായിരുന്നു. കോറിയിൽ വെള്ളമുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഈ വണ്ടി അടക്കം മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ക്ലീനർ അതിനുള്ളിൽ അകപ്പെട്ടു. ഡ്രൈവർ ജാഫർ എന്ന് പറഞ്ഞ ആൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തി പുതിയ റോപ്പ് കെട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. 4 മണിയോട് കൂടിയിട്ടാണ് ഈ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥലത്തേക്ക് എത്തുന്നത്. പോരാതെ ഈ റോപ്പ് കഴിഞ്ഞ കുടിക്കെങ്കിലും ഈ റോപ്പിന് വലിപ്പം പോരാഞ്ഞിട്ട് പിന്നെയും ഈ റോപ്പ്, അതായത് ക്രെയിൻ ഉയർത്തി വീണ്ടും റോപ്പ് കെട്ടുന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ആംബുലൻസും അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥലത്തുണ്ട്. എന്തായാലും അതിദാരുണമായ അപകടമാണ്. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. രേണുക. അതെ, സമയം കൂടുതൽ കടന്നു പോകുമ്പോൾ വലിയ ആശങ്ക ഉണ്ടാവുകയാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വളരെ അവിചാരിതമായി ഉണ്ടായിട്ടുള്ള ഒരു ദാരുണ സംഭവമാണ്. ആ ലോറി ആ ക്വാറിയിലേക്ക് മറിയുകയായിരുന്നു. ആ ലോറി താഴ്ന്നു പോയിരിക്കുന്നു. അത് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളായി നടന്നു വരുന്നത്. സമയം പോകുന്തോറും വലിയ ആശങ്ക ഉടലെടുക്കുകയാണ്. അതിൽ ക്ലീനർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വാതിലുകൾ അടഞ്ഞ നിലയിലാണ് എന്നൊക്കെ തന്നെയാണ് കരുതുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന വലിയ ആശങ്കയും ദുഃഖവുമൊക്കെ ഉണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് സമയം നീണ്ടുപോവുകയാണെങ്കിൽ വെളിച്ചം കുറയും. അതുകൊണ്ട് തന്നെ വെളിച്ചം നഷ്ടപ്പെടുന്നതിന് മുൻപ് ഈ ലോറി ഉയർത്തിയെടുക്കാൻ രക്ഷാപ്രവർത്തനം പൂർണ്ണമാക്കാനുള്ള ഒരു ഊർജിതമായ ശ്രമമാണ് അവിടെ നടന്നു വരുന്നത്. ഫയർഫോഴ്സ് ഉൾപ്പെടെ അതിലേർപ്പെട്ടിരിക്കുകയാണ്. ക്രെയിൻ ഉൾപ്പെടെ കൊണ്ടുവന്ന ലോറി ഉയർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ പാടെ മുങ്ങിയ അവസ്ഥയിലാണ് ലോറി ഉള്ളത്. ജിഷാദ്, ഏതെങ്കിലും തരത്തിൽ ഇതിന് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ക്രെയിൻ എത്തിച്ച് വളരെ വേഗത്തിൽ തന്നെ ഉയർത്തിയെടുക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അത് വൈകുന്നത്? രേണുക, ഈ സംഭവ സ്ഥലത്ത് ഒരു ഉത്സവം നടക്കുന്നുണ്ട്. വൈരങ്കോട് ഉത്സവം എന്നാണ് പേര്. പക്ഷേ അതിൽ നിറച്ച് കാളൊക്കെ വന്ന് ഈ റോഡുകൾ ബ്ലോക്കാണ്. അത് കാരണം തന്നെ ഈ റോപ്പ് എത്തിക്കാനോ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. എന്തായാലും പോലീസ് അടക്കമുള്ള ആളുകൾ ഇത് എത്രയും പെട്ടെന്ന് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ റോപ്പ് എത്തിക്കാൻ വേണ്ടി ഫയർഫോഴ്സും നാട്ടുകാരും കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ റോപ്പ് എത്തിച്ചാൽ ഈ വാഹനം പൊന്തിക്കുക, ഉടനെ തന്നെ ഇയാളെ പുറത്തെടുക്കാമെന്ന് കരുതുന്നു. കാരണം ഈ ഫയർഫോഴ്സ് സ്കൂബ ടീം അടക്കം ഇയാളെ പുറത്തെടുക്കാൻ നോക്കിയിരുന്നു. ഇയാളുടെ കൈയും കാലും വലിച്ചെങ്കിലും കിട്ടിയില്ല. അതിലൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. സ്കൂബ ഡൈവേഴ്സ് അടക്കം ഇവിടെ സംഭവ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പൊക്കിയ ശേഷമാണ് ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിയുക. എന്തായാലും അതിദാരുണ അപകടമാണ്. സ്ഥലത്ത് നാട്ടുകാരടക്കമുള്ള നിരവധി ആളുകളാണ് എത്തിയിട്ടുള്ളത്. ഉത്സവമായതിനാൽ തന്നെ റോഡുകളെല്ലാം ബ്ലോക്കായ ഒരു സ്ഥിതിയുമുണ്ട്. രേണുക. ഉത്സവമാണ്, അതുകൊണ്ട് തന്നെ റോഡുകൾ ബ്ലോക്കാണ്. ഇതിന് മതിയായ ഉപകരണങ്ങളൊക്കെ എത്തിച്ച് രക്ഷാദൗത്യം ഊർജിതമാക്കാനുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ അതിൽ വരുന്ന താമസം എന്നതിൻ്റെ കാരണമാണ് ജിഷാദ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും അവിടെ ഒരു ജീവനാണ് ഉള്ളത്. ആ ലോറിക്കുള്ളിൽ ക്ലീനർ മൊയ്തീൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് എന്നതാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ജീവൻ രക്ഷിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ച ലോറി ഉയർത്തുക എന്നുള്ള ശ്രമമാണ് നടക്കുന്നത്. ജിഷാദ്, ഈ വാഹനം ഉയർത്താൻ ഉള്ള ബുദ്ധിമുട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. വാഹനത്തിനുള്ളിൽ ഈ സ്കൂബ ഡൈവേഴ്സിനെ മറ്റോ ഉപയോഗിച്ചൊക്കെ തെരച്ചിൽ നടത്താനുള്ള സാധ്യത എങ്ങനെയാണ്? അതിനുള്ള നീക്കങ്ങളുണ്ടോ?
സ്കൂബ ഡൈവേഴ്സ് അടക്കം ഈ വാഹനത്തിന്റെ തൊട്ടടുത്ത് എത്തിയിരുന്നു. കാരണം അവർക്ക് പോലും ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കുടുങ്ങിക്കിടക്കുകയാണ് ലോറിക്കകത്ത്. കാരണം അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കാൻ പല ശ്രമങ്ങളും നടത്തി, പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല. തുടർന്നാണ് ഈ ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പൊക്കിയിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ശ്രമം ഇവിടെ തന്നെ പരാജയപ്പെട്ടു. ക്രെയിനിന്റെ അടുത്ത റോപ്പ് ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സമയത്തിനകം തന്നെ ഈ റോപ്പ് ഉപയോഗിച്ച് വാഹനം പൊന്തിക്കും. എന്നിട്ട് അദ്ദേഹത്തെ പുറത്തെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നോ എങ്ങനെയാണെന്നോ നമുക്കറിയില്ല. കാരണം 1 മണിക്ക് നടന്ന അപകടമായിരുന്നു. 4 മണി പിന്നിടുന്നു. 4 മണി പിന്നിട്ട് 5 മണിയിലേക്ക് കയറുന്നു. എന്തായാലും മണിക്കൂറുകൾ അടക്കം അദ്ദേഹം ആ വാഹനത്തിനുള്ളിൽ, അതായത് വെള്ളത്തിനടിയിലാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇപ്പോൾ റോപ്പ് എത്തിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുകയാണ്. പുതിയ റോപ്പ് എത്തിച്ച് ലോറി മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. 1 മണിക്ക് നടന്ന അപകടമാണ്. ആ സമയം മുതൽ തന്നെ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു ആ വ്യക്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. അവിടേക്ക് വാഹനം എത്തിക്കാനും തെരച്ചിലിനുമൊക്കെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഉത്സവകാലമായതുകൊണ്ട് തന്നെ വഴികൾ ബ്ലോക്കായിരുന്നു. ചെറിയ വഴികളൊക്കെയാണ് അവിടെയൊക്കെ ബ്ലോക്കും മറ്റും ഉള്ളത്. അവിടേക്ക് ഈ രക്ഷാദൗത്യത്തിനുള്ള യന്ത്രഭാഗങ്ങൾ മറ്റും എത്തിക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന കാര്യം കൂടി ജിഷാദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കൂടി കാണാം. വലിയ ഒരു ക്വാറിയാണ്. ഒരു ലോറി അപ്പാടെ അതിൽ ആണ്ടുപോയിരിക്കുകയാണ്. ഒരു പൊടി പോലും മുകളിലേക്ക് കാണാൻ കഴിയുന്നില്ല. സ്കൂബ ഡൈവേഴ്സൊക്കെ എത്തി രക്ഷാദൗത്യത്തിന് ശ്രമിക്കുമ്പോഴും അതിൻ്റെ ആഴവും ദുർഘടമായ സാഹചര്യങ്ങളുമാണ് അതിന് തടസ്സമായി നിന്നത്. ഇപ്പോൾ ആ ലോറി മുഴുവനായും ഉയർത്തി അത് പുറത്തേക്ക് കൊണ്ടുവന്ന് ഉള്ള രക്ഷാദൗത്യമാണ് ശ്രമിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനാണ് കൂടുതൽ ബലമുള്ള വടം എത്തിച്ച് ഇനി അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. വലിയ ആൾക്കൂട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ സംഭവം അറിഞ്ഞ് നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത്. ജിഷാദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മണിക്കുണ്ടായ അപകടം ഇത്രയധികം സമയം കഴിഞ്ഞിരിക്കുന്നു. സമയം വൈകുന്തോറും വലിയ ആശങ്കയാണ്. ഒപ്പം ഇനിയും അങ്ങോട്ടേക്ക് സമയം നീണ്ടുപോയാൽ ഇരുട്ട് പരക്കും. അപ്പോൾ രക്ഷാദൗത്യം കൂടുതൽ ദുർഘടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിനുള്ളിൽ വെച്ച് തന്നെ ഇത് ഉയർത്താനാകുമെന്ന പ്രതീക്ഷയാണോ ഇപ്പോഴുള്ളത്? രേണുക, രണ്ടാമത്തെ റോപ്പ് എത്തിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇത് ഉയർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉയർത്താനുള്ള ശ്രമങ്ങൾ, റോപ്പ് കെട്ടുന്ന അടക്കമുള്ള പ്രവർത്തികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സ്, മറ്റു സംവിധാനങ്ങളെല്ലാം കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നു. നാട്ടുകാരടക്കം സഹകരിച്ചാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതവരാട് ഊരോത്തുപള്ളിയിലായിരുന്നാണ് ഈ അപകടം നടക്കുന്നത്. പുത്തനെയുള്ള കയറ്റത്തിൽ ഈ വാഹനം നിയന്ത്രണം വിട്ട് ഈ കൊറിയിലേക്ക് മറിയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഡ്രൈവർ രക്ഷപ്പെട്ടു. സഹായിയാണ് ഉള്ളിൽ അകപ്പെട്ട് കിടക്കുന്നത്. എന്തായാലും അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. മലപ്പുറം സ്വദേശി മുസ്തഫയാണ് ഇതിനകത്ത് കുടുങ്ങി കിടക്കുന്നത്. ജാഫർ എന്ന ഡ്രൈവർ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ജാഫറിനെ രക്ഷപ്പെടുത്തിയത്. ഈ ജാഫർ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ റോപ്പ് ഉപയോഗിച്ച് ഈ വാഹനം പൊക്കി ഇദ്ദേഹത്തെ, മുസ്തഫയെ രക്ഷപ്പെടുത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. രേണുക, ജിഷാദ്, ഈ ലോറി ഡ്രൈവർ ജാഫർ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് നിസ്സാര പരിക്കുകളൊക്കെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് നീന്തൽ അറിയാമായിരുന്നോ? ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ്? അദ്ദേഹത്തിന് നീന്തൽ അറിയാവുന്ന വ്യക്തിയാണോ? അങ്ങനെ നീന്തി രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ സാധ്യതകളോ ഉണ്ടോ? രേണുക, അത്തരത്തിലാണ് നമ്മൾ പ്രദേശവാസി നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബൈറ്റുകളടക്കം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഡ്രൈവർ ജാഫർ ഈ അപകടം നടന്ന ഉടൻ തന്നെ നീന്തി രക്ഷപ്പെട്ടു. തുടർന്ന് കരയിലേക്ക് കയറി നാട്ടുകാരാണ് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. മുസ്തഫക്ക് അത്രക്ക് നീന്താനോ അതുപോലെ തന്നെ വാഹനത്തിൽ കുടുങ്ങിയ കാരണം നീന്താനോ മറ്റു രക്ഷപ്പെടാനോ സാധിച്ചില്ല. വാഹനം ആഴത്തിലേക്ക് പോവുകയായിരുന്നു. കാരണം 60 അടിയിലേക്ക് മുകളിലേക്ക് തന്നെ ഈ ആഴമുണ്ട് ഈ കോറി. കാരണം അല്പസമയത്തിനകം തന്നെ ഈ റോപ്പ് ഉപയോഗിച്ച് ഈ വാഹനം പൊക്കിയിട്ട് ഇയാളെ രക്ഷിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും അതിദാരുണമായ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ജിഷാദാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ ബലമുള്ള റോപ്പ് എത്തിച്ചുകൊണ്ട്
ഈ വാഹനം ഉയർത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. ആ വാഹനം മുകളിലേക്ക് ഉയർത്തി അതിനുള്ളിൽ മുസ്തഫയുണ്ടോ എന്ന് തിരയുക എന്നതാണ് ഇനി സാധ്യമായിട്ടുള്ള വഴി എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. നേരത്തെ സ്കൂബ ഡൈവേഴ്സൊക്കെ മുങ്ങിത്താണ് അവിടെ മുസ്തഫയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് വലിയ റോപ്പ് ഉപയോഗിച്ച് വാഹനം ആകെ ഉയർത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നത്. വലിയ രീതിയിൽ ആളുകൾ അവിടേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ആൾക്കൂട്ടമുണ്ട്. പലയിടങ്ങളിൽ നിന്നായി ഈ വാർത്തയറിഞ്ഞ് മനുഷ്യർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ കൂടുതൽ ഊർജിതമാകും ഉടൻ തന്നെ എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം അതിനുള്ള സഹായകമായ റോപ്പൊക്കെ എത്തിച്ചുകൊണ്ട് ആ വാഹനം ഉയർത്താനുള്ള ശ്രമങ്ങൾ ആണ് അവിടെ നടക്കാൻ പോകുന്നത്. നേരത്തെ ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറായ ജാഫർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. നിസ്സാര പരിക്കുകളാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം നീന്തി രക്ഷപ്പെട്ട് റോഡിലേക്ക് വരികയും നാട്ടുകാർ അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. പക്ഷേ മുസ്തഫയ്ക്ക് നീന്തൽ അറിയില്ല എന്നതാണ് മനസ്സിലാകുന്നത്. നീന്തൽ അറിയില്ല മാത്രവുമല്ല, ഈ വാഹനത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിലുണ്ടാകും മുസ്തഫ എന്ന നിഗമനമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാഹനം ഉയർത്തുക, അങ്ങനെ വാഹനം ഉയർത്തി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നേരത്തെ നീന്തൽ അറിയാവുന്ന നാട്ടുകാരും സ്കൂബ ഡൈവേഴ്സും ഒക്കെ അവിടെ വാഹനത്തിലേക്ക് എത്താനും ആ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താനും ഒക്കെയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ വലിയ ആഴമുള്ള ക്വാറിയാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകടകരമാണ് ആ സാഹചര്യം. അതിനുള്ള സാധ്യത ഇല്ല, അല്ലെങ്കിൽ അത് സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് അത് ഒഴിവാക്കി ഇപ്പോൾ വാഹനം ആകെ ഉയർത്താനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. 2 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ മുസ്തഫ എന്ന സഹായിയാണ്, ക്ലീനറാണ്. അദ്ദേഹം അതിൽ കുടുങ്ങിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ജിഷാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിഷാദ്, ഇത് നിത്യോപയോഗ സാധനങ്ങളൊക്കെ മറ്റ് കടകളിലൊക്കെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, അങ്ങനെ ഒരു ലോറിയാണ് എന്നതാണ് മനസ്സിലാക്കിയിരുന്നത്. നിറയെ ലോഡുണ്ടോ? ആ ലോഡുമായി വന്ന വാഹനമായതുകൊണ്ടാണോ ഇതിങ്ങനെ ആഴത്തിലേക്ക് പോവുകയും പൊക്കിയെടുക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നത്? അത് ഫുൾ ലോഡായിരുന്നോ? എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? രേണുക, ഇത് മലയിൽ ഗ്രൂപ്പ് ഓഫ് ഇതിന്റെ വാഹനമാണ് ഈ അപകടത്തിൽപ്പെടുത്തുന്നത്. അതായത് നിരവധി സാധനങ്ങളുമായിട്ട് സാമഗ്രികളുമായിട്ട് പോകുന്ന വാഹനമായിരുന്നു. ആ വാഹനത്തിന്റെ ടയർ, പ്രദേശവാസി നമ്മുടെ അടുത്ത് പങ്കുവെച്ചത് വാഹനത്തിന്റെ ടയർ പൊട്ടിയെന്നും ഉടനെ തന്നെ വലിയ ശബ്ദത്തോടു കൂടി ഈ വാഹനം ഈ കോറിയിലേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ അടുത്ത് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ റോപ്പ് ഉപയോഗിച്ചിട്ടുള്ള വാഹനം മുകളിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വാഹനം പൊക്കി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫയർഫോഴ്സ്, അതുപോലെ തന്നെ നാട്ടുകാർ എന്നിവരുടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ കരുതുന്നത്. എന്തായാലും ഈ വാഹനം മുകളിലേക്ക് പൊന്തിക്കുന്ന പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. രേണുക, ജിഷാദ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ, ആകാശ ദൃശ്യങ്ങളിൽ അവിടെ ഒരു ടാറിട്ട വലിയ വഴി കാണാം. ആ വഴിയെ പോയ ലോറിയാണോ ക്വാറിയിലേക്ക് വീണത്, അതോ അകത്തെ വഴിയിലൂടെ സഞ്ചരിച്ച ലോറിയാണോ? എവിടെ നിന്നാണ് അത് ക്വാറിയിലേക്ക് പതിച്ചത്? രേണുക, നമ്മൾ ആ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സമീപത്തെ റോഡിൽ നിന്നും ഈ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു, നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് നമ്മുടെ അടുത്ത് പ്രദേശവാസി നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതായത് ടയർ പൊട്ടിയ, അമിത വേഗത്തിൽ ടയർ പൊട്ടി ഈ വാഹനം നിലത്തേക്ക് പതിക്കുകയായിരുന്നു. 60 അടിയിലധികം ഈ കോറിയിലേക്ക് കൊണ്ടുണ്ട്. ആ കോറിയിലേക്ക് കൊണ്ടിലേക്ക് പതിക്കുകയായിരുന്നു. ആ പതിച്ച പാടനെ ഈ വാഹനം താന്നു പോകുന്ന സ്ഥിതി ഉണ്ടായി. അതായത് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനമായിരുന്നു, ചെറിയ മിനി ലോറിയാണ്. എന്തായാലും വാഹനം പൊക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജാഫർ എന്ന ഡ്രൈവറാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വാഹനം പൊക്കിയെടുക്കും. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അടക്കം നമുക്ക് അറിയാൻ കഴിയുന്നില്ല. കാരണം എല്ലാവരും ആകാംക്ഷയിലാണ്, പ്രദേശവാസികളെല്ലാം ആകാംക്ഷയിലാണ്. ഒരുപാട് ഒട്ടനവധി ജനങ്ങളാണ് ഈ വാർത്ത കേട്ട് ഈ ഓരോത്ത് പള്ളിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രേണുക, ശരി, ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൂടുതൽ വലിയ റോപ്പുകൾ കൊണ്ടുവന്ന് അത് ക്രെയിനുമായി ബന്ധിപ്പിച്ച് ഈ ലോറി ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ്. അവിടെ
ഈ ഇരുട്ട് വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ വെളിച്ചം മങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് എന്നതാണ് ഇർഷാദ് പങ്കുവെക്കുന്നത്. നമുക്കിപ്പോൾ ആകാശ ദൃശ്യങ്ങളിൽ കാണാം, വലിയ ടാറിട്ട ഒരു റോഡ് കാണാം. ആ റോഡിലൂടെ വന്ന ലോറിയാണ്. അമിത വേഗത്തിലായിരുന്നു ലോറി എന്ന് പറയപ്പെടുന്നു. സാമാന്യം നല്ല ലോഡും ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ഈ ക്വാറിയിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ അപകടമാണ്. ഈ ലോറി ഡ്രൈവർ നീന്തൽ അറിയാവുന്ന വ്യക്തിയായിരുന്നു ജാഫർ. അദ്ദേഹം നിസാര പരിക്കുകളോടെ നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ മുസ്തഫ എന്ന ക്ലീനർ അദ്ദേഹം അതിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നീന്തൽ അറിയില്ല എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ലോറിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ പണ്ട് ഷിരൂരിൽ നടന്ന രക്ഷാദൗത്യമാണ് മനസ്സിലേക്ക് വരുന്നത്. അർജുനെ കണ്ടെത്താനുള്ള ദിവസങ്ങൾ നീണ്ട ആ രക്ഷാദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ തിരൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ക്വാറിയിലേക്കാണ് മറിഞ്ഞിരിക്കുന്നത്. ലോറി ഉയർത്താനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വലിയ റോപ്പുകൾ കൊണ്ടുവന്ന് വാഹനം ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ സ്കൂബ ഡൈവേഴ്സും മറ്റും വാഹനത്തിൻ്റെ അടുത്തെത്തി പരിശോധിച്ച് അങ്ങനെ മുസ്തഫയെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ വലിയ ആഴമുള്ള ക്വാറിയാണ്, അത് അസാധ്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ക്രെയിൻ എത്തിച്ച് ഇപ്പോൾ ഈ രീതിയിൽ ഉയർത്താനുള്ള ശ്രമം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ക്രെയിൻ അത് ഉപയോഗിച്ച് അവിടെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ദുർഘടമായ ഒരു രക്ഷാദൗത്യം തന്നെയാണ് തിരൂരിൽ ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. മിനി ലോറിയാണ് ഈ ക്വാറിയിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. ആദവനാട് ഊരോത്ത് പള്ളിയാലിലാണ് ഈ അപകടമുണ്ടായത്. ഈ വാഹനം എന്ന് പറയുന്നത് നിത്യോപയോഗ സാധനങ്ങളൊക്കെ ചെറുകിട ബിസിനസ്സുകാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിനി ലോറിയാണ്. അപ്പോൾ നിറയെ ലോഡ് ഉണ്ടായിരുന്നു ഈ വാഹനത്തിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ സാധനങ്ങളുമായി പോകുമ്പോഴാണ് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ക്വാറിയിലേക്ക് മറിയുന്നത്. വാഹനം നല്ല വേഗത്തിലായിരുന്നു എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. 2 പേരായിരുന്നു ഈ അപകട സമയത്ത് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്. അത് ഒന്ന് ഡ്രൈവറും ഒന്ന് സഹായിയുമാണ്. ഈ ഡ്രൈവർ ജാഫർ നീന്തൽ അറിയുന്ന വ്യക്തിയായിരുന്നു. ഈ അപകടം നടന്നുടനെ അദ്ദേഹം നീന്തി രക്ഷപ്പെട്ടു. നിസാര പരിക്കുകൾ ഏറ്റിരുന്നു. പിന്നീട് അദ്ദേഹം റോഡിലേക്ക് എത്തി നാട്ടുകാരുടെ സഹായം തേടുകയും അവർ അദ്ദേഹത്തെ ആശുപത്രിയിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അപകടം വിവരം മറ്റുള്ളവരൊക്കെ അറിയുകയും കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ മുതൽ തുടങ്ങിയ തെരച്ചിലാണ് ആദ്യം നാട്ടുകാരുടെ നേതൃത്വത്തിൽ, പിന്നീട് ഇപ്പോൾ ഫയർഫോഴ്സും സ്കൂബ ഡൈവ് ടീമും ഒക്കെ എത്തി വലിയ രീതിയിലുള്ള രക്ഷാദൗത്യം അവിടെ കുറേ അധികം സമയമായി, ഏതാണ്ട് 4 മണിക്കൂറിലധികമായി നടന്നു വരികയാണ്. ആ സമയം മുതൽ രക്ഷാദൗത്യം നടക്കുന്നു. പക്ഷേ ഇതുവരെ ലോറി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ ആഴം, ഏതാണ്ട് 30 അടിയിലധികം ആഴമുണ്ട് ഈ ക്വാറിക്ക് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം വലിയ ദുർഘടമാണ്. ഇപ്പോഴും വലിയ രീതിയിൽ ആളുകളെ നമുക്ക് കാണാം. അവിടെ പാരിസ്ഥിതികമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ക്രെയിൻ തന്നെ കുറച്ച് മുകളിലേക്ക് ദൂരേക്കാണ്, അതിൽ കൂടുതൽ അടുപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇത് ആഴമേറിയ ക്വാറിയാണ്. ഇത്രയധികം വെള്ളക്കെട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത് തന്നെ വലിയ അപകട സാധ്യതയാണ്. എന്തായാലും 30 അടിയിലധികം ആഴം ഇതിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ലോറി ഉയർത്താനുള്ള വലിയ ദുർഘടമായ സാഹചര്യമാണ്. എന്തായാലും ഊർജിതമായി രക്ഷാദൗത്യം തുടരുന്നു. ജിഷാദ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. ജിഷാദ്, ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രേണുക, അതായത് ഈ റോപ്പ് കെട്ടി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങണ, റോപ്പ് കെട്ടി അടിയിലേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സ്കൂബ ഡൈവേഴ്സ് അടക്കം ഈ സംഭവ സ്ഥലത്തുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മുസ്തഫ എന്ന് പറഞ്ഞ വ്യക്തിയെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സ്കൂബ ഡൈവേഴ്സ് അടക്കം അതിന് തയ്യാറായി നിൽക്കുകയാണ്. എന്തായാലും അതിദാരുണമായ അപകടമാണ് മലപ്പുറം ആദവനാട് ഊരോത്ത് പള്ളിയിൽ സംഭവിച്ചിട്ടുള്ളത്. നിരവധി നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സ്, വിവിധ സംഘടനാ പ്രവർത്തകർ എല്ലാവരും വേണ്ട ആളുകളും ഇവിടെ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്കൂബ ഡൈവേഴ്സ് ഫസ്റ്റ് ഘട്ടത്തിൽ ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ നോക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തെത്തിയിരുന്നു. കാലും കൈയും വലിച്ചപ്പോഴും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. രേണുക.
സ്കൂബ ഡൈവേഴ്സിന് മുസ്തഫയ്ക്ക് അടുത്ത് വരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് ജിഷാദ് പങ്കുവെക്കുന്നത്. ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. 1 മണിക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവനോടെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം അത് വലിയ സംശയകരമാണ്. രക്ഷാദൗത്യം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ലോറിയിൽ ഈ കയർ ഘടിപ്പിച്ച് അത് ക്രെയിനുമായി ബന്ധിപ്പിച്ച് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂബ ടീം ലോറിയിൽ ഈ കയർ കെട്ടും. അതിനുവേണ്ടി സ്കൂബ ടീമിൻ്റെ സഹായം കൂടി തേടും. അവരായിരിക്കും ഈ ലോറിയിൽ ഈ കയർ ബന്ധിപ്പിക്കുക. അതിനുശേഷം അതിനെ ഈ ക്രെയിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കയർ ഉപയോഗിച്ച് ഉയർത്തുക എന്നതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പല വിധത്തിൽ ലോറി ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ കൂടുതൽ കരുത്തുള്ള റോപ്പുകൾ എത്തിച്ച്, നീളമുള്ള റോപ്പുകൾ എത്തിച്ച് പുറത്തേക്കെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. വലിയ ആഴമുണ്ട് ഈ ക്വാറിക്ക്. അവിടുത്തെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകതകളും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. വലിയ ഉയർച്ചയും താഴ്ചയും ഒക്കെയുള്ള പ്രദേശമാണ്. അപ്പോൾ അതൊക്കെയും വലിയ പ്രതിസന്ധി ഈ രക്ഷാദൗത്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ് കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നുണ്ട്. നാട്ടുകാരൊക്കെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ വലിയ ആഴം, ഈ ക്വാറിയുടെ വലിയ ആഴം വലിയ അപകട സാധ്യതയാണ്. അതുതന്നെയാണ് രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയായിട്ടുള്ള ഒരു ഘടകവും. ജിഷാദ്, വലിയ ആഴമുള്ള ക്വാറിയാണ്. ഏതാണ്ട് 70 അടി എന്ന് പറയുന്നു, 30 അടി എന്ന് പറയുന്നു. എന്താണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇത് ഉപയോഗശൂന്യമായിരുന്നോ? വലിയ അപകട സാധ്യത, ഇത്രയും തിരക്കുള്ള റോഡിൻ്റെ ഒരു ഭാഗത്ത് ഇത്ര വലിയ ആഴമുള്ള ഒരു ക്വാറി എന്ന് പറയുമ്പോൾ വലിയ അപകട മേഖലയാണോ അത്? രേണുക, 60 അടിയിൽ മുകളിൽ താഴ്ച ഉണ്ടാകും ഈ കോറിക്ക്. എന്തായാലും വാഹനം നിയന്ത്രണം വിട്ട്, അതായത് ടയർ പൊട്ടി വാഹനം ഈ കോറിയിലേക്ക് പതിച്ചെന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അതിദാരുണമായ അപകടമാണ് സംഭവിച്ചത്. ഫയർഫോഴ്സ് അടക്കമുള്ള സ്കൂബ ടീം അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഫസ്റ്റ് റോപ്പ് എത്തിയിരുന്നു. 4 മണിയോട് കൂടിയിട്ടാണ്, 1 മണിക്ക് നടന്ന അപകടം 4 മണിക്ക് കൂടി എത്തിയിട്ടാണ് ഈ ക്രെയിൻ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഫസ്റ്റത്തെ സംവിധാനം, അതായത് റോപ്പ് കെട്ടി ഇറക്കി. ആ റോപ്പ് അതായത് വലിപ്പം പോരാഞ്ഞിട്ട് പിന്നീട് പുതിയ റോപ്പ് എത്തിക്കുകയായിരുന്നു. ഇപ്പൊ ആ റോപ്പ് കെട്ടുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ റോപ്പ് കെട്ടി ഈ വാഹനം പൊന്തിച്ചതിന് ശേഷം ഈ ഇദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിദാരുണമായ അപകടം. നാട്ടുകാരെല്ലാവരും ഇവിടെ സംഭവ സ്ഥലത്ത് കൂടിയിരിക്കുന്നു, വാർത്ത കേൾക്കുന്നു. നിരവധി ആളുകൾ തടിച്ചു കൂടുന്നു. അതിദാരുണമായ അപകടം. 4-5 മണിക്കൂർ അടുക്കുന്നു ഈ അപകടം നടന്ന് ഈ ആള് അകത്ത് അകപ്പെട്ടിട്ട്. എന്തായാലും ഫയർഫോഴ്സിനോ നാട്ടുകാർക്കോ ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ, അദ്ദേഹത്തിന് നീന്തൽ അറിയാവുന്നത് കൊണ്ട് നീന്തി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന സഹായിയാണ് ഈ അപകടത്തിൽ, അതായത് വാഹനത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്, മുസ്തഫ എന്നാണ് പേര്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരുടെ വാഹനം എന്ന് പറഞ്ഞാൽ അതായത് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനമാണ്. അതായത് മലയിൽ ഫാം ഹൗസിന്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണ്. ആ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഇടയിലാണ് ഈ വാഹനത്തിൽ അമിത ഭാരമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായെന്നൊന്നും അറിയില്ല. എന്തായാലും ടയർ പൊട്ടി ഈ വാഹനം ഈ കൊറിയിലേക്ക് പതിച്ചതാണ് നമുക്ക് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അകത്ത് ഈ മുസ്തഫ അകപ്പെട്ടിട്ട് 5 മണിക്കൂറിലേക്ക് അടുക്കുന്നു. എന്തായാലും ഈ ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഫയർഫോഴ്സ് പ്രതീക്ഷിക്കുന്നത്. രേണുക. ജിഷാദാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് തന്നെ ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കാനുള്ള വളരെ ഊർജിതമായ ശ്രമമാണ് നടക്കുന്നത്. വലിയ റോപ്പ് കൊണ്ടുവന്ന് ആ റോപ്പുമായി സ്കൂബ ഡൈവേഴ്സ് ഈ താഴേക്ക് പോയി അത് ലോറിയിൽ ബന്ധിപ്പിച്ച് ആ ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ ദുർഘടമായിട്ടുള്ള രക്ഷാദൗത്യമാണ്. ഏതാണ്ട് 60 അടിയിൽ കൂടുതൽ ആഴമുണ്ട് ഈ ക്വാറിക്ക് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ അടിത്തട്ടിലാണ് ഈ ലോറി അകപ്പെട്ടിട്ടുള്ളത്. അത്രയും ആഴത്തിൽ നിന്ന് ഇതിനെ ഉയർത്തിയെടുത്തുകൊണ്ട് വരണം എന്നതാണ് ആ ദൗത്യം. എന്തായാലും അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ആദവനാട് പഞ്ചായത്തിലെ
പരിധി പ്രദേശത്തടുത്ത് നമ്മുടെ കെൽടെക്സിന് നേരത്തായ ഊരത്തപ്പള്ളി എന്നും പറയും. ഈ പ്രദേശത്ത് ഏകദേശം ഒരു 12-12:30 മണിയായിരിക്കും ഈ അപകടം സംഭവിച്ചത്. ഈ വണ്ടിന്റെ ബ്രേക്ക് പോയി എന്നാ പറഞ്ഞു കേൾക്കുന്നത്. എയ്ച്ചർ വണ്ടിയാണ്. രണ്ട് പേരാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ഒരാൾ ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരാളിപ്പോ വെള്ളത്തിന്റെ അടിയിലും വണ്ടിയും മറ്റേ ഒരാൾ രണ്ടും കൂടി വെള്ളത്തിന്റെ അടിയിലാണ്. ഇതിനു മുമ്പ് ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതിന്റെ മുന്നേ ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇപ്പോ PWD അവരൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ ഭരണസമിതി ഇപ്പൊ തന്നെ ഈ അപകടം അറിഞ്ഞേക്കന്നെ ഇങ്ങനെയുള്ള അപകട പ്രദേശങ്ങളിലൊക്കെ ഒരു നെയിം ബോർഡ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 12:30 കഴിയുന്ന സമയത്തേക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നതാണ് പറയുന്നത്. അത് ബ്രേക്ക് നഷ്ടപ്പെട്ട് അപകടം സംഭവിച്ചു എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വ്യക്തി നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ രക്ഷാദൗത്യം എന്തായാലും ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ വലിയ റോപ്പുകൾ എത്തിച്ച് അത് ലോറിയുമായി ഘടിപ്പിച്ച് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. സ്കൂബ ഡൈവേഴ്സ് അവിടെയുണ്ട്. ഫയർഫോഴ്സിൻ സേനാംഗങ്ങളും അവിടെയുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ സ്കൂബ ഡൈവേഴ്സ് മുസ്തഫയ്ക്ക് അടുത്തുവരെ എത്തിയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ലോറി മുഴുവനായും ഉയർത്തി രക്ഷാപ്രവർത്തനത്തിന് ശ്രമിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ പലയിടങ്ങളിലായി എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോറിയാണ്. നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ലോഡുമായിട്ടായിരുന്നു ലോറി വന്നിരുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 60 അടിയിലധികം താഴ്ചയുള്ള ക്വാറിയിലേക്കാണ് ഈ ലോറി മറിഞ്ഞിരിക്കുന്നത്. ലോറി നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പോലും പറ്റാത്ത അത്രയും ആഴത്തിലേക്കത് പോയിരിക്കുകയാണ്. വളരെ അപകടകരമായ ക്വാറിയാണ്, വലിയ ആഴമുള്ള ക്വാറിയാണ്. അവിടെയാണ് ഇപ്പോൾ രക്ഷാദൗത്യം നടക്കുന്നത്. വാഹനത്തിൻ്റെ ഡ്രൈവർ ജാഫർ ആദ്യം തന്നെ നീന്തി രക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് നിസ്സാര പരിക്കുകളാണുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. മുസ്തഫയ്ക്കായുള്ള തെരച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ ഫോക്കസ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക അറസ്റ്റായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ്. ദൈവതുല്യർ എന്ന് പത്മകുമാർ പറഞ്ഞ വ്യക്തി തന്ത്രിയാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നതുമായിരുന്നു ആ അറസ്റ്റ്. എന്നാൽ തന്റെ അറസ്റ്റ് ഒരു പകപോക്കലായിരുന്നു എന്നാണ് ഇപ്പോൾ തന്ത്രി പറയുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ തടഞ്ഞതിന്റെ പ്രതികാരം തീർക്കാനാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന് തന്ത്രി കണ്ഠരര് രാജീവർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. SITക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് തന്ത്രി ഈ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് ഒരു പ്രതികാരമായിരുന്നു. തന്ത്രിക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നതായിരുന്നു ഈ കേസിൽ SITയുടെ വാദം. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പിന്നീട് പുറത്തു വന്നിരുന്നു. എന്നാൽ 41-ാം ദിവസം തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത് SIT സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്നതായിരുന്നു. മറ്റെല്ലാവരും സ്വാഭാവിക ജാമ്യം തേടി ഇറങ്ങിയപ്പോഴാണ് 41 ദിവസമായപ്പോൾ തന്നെ തന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെ SITക്കും സർക്കാരിനും എതിരെ തന്ത്രി ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. SITയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും വലിയ രീതിയിൽ കുരുക്കുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഗുരുതരമായ ആരോപണങ്ങൾ. തനിക്കെതിരെയുള്ള പ്രതികാര നടപടിയാണ് ഈ അറസ്റ്റ് എന്നതാണ് തന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതെന്തിനാണ് ഈ പ്രതികാരം എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്ന പാർട്ടിയെ പ്രീതിപ്പെടുത്താനായി ചില പോലീസ് ഉദ്യോഗസ്ഥർ യുവതികളെ ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ചുവെന്നും അത് താൻ തടഞ്ഞെന്നും അതാണ് തനിക്കെതിരെയുള്ള ഈ പ്രതികാര നടപടിയിലേക്ക് നയിച്ചതും എന്നുമാണ് ഈ തന്ത്രി വാദിക്കുന്നത്. ക്ഷേത്രകാര്യങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന് താൻ വ്യക്തമാക്കിയിരുന്നു. യുവതീ പ്രവേശനത്തിന് ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ
പൂജകൾ നിർത്തിവെക്കുമെന്നും ക്ഷേത്രത്തിന് പുറത്തു വരുമെന്നും താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രവുമല്ല, ശബരിമലയെ എല്ലാ ദിവസവും തുറക്കുന്ന ഒരു ക്ഷേത്രമാക്കി മാറ്റാൻ സർക്കാർ ആലോചിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ആ ശ്രമത്തിനെതിരെയും താൻ നിലപാടെടുത്തിരുന്നു. ആ ശ്രമവും വിഫലമാക്കിയത് താനാണ് എന്ന് തന്ത്രി അവകാശപ്പെടുന്നുണ്ട്. ഈ കാരണങ്ങളാൽ തന്നോട് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. അതിലുള്ള പ്രതികാര നടപടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് എന്നതാണ് തന്ത്രി ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. SITക്കെതിരെയും തന്ത്രി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് താനാണ് എന്ന് വരുത്താൻ ചില കാര്യങ്ങൾ SIT മറച്ചുവെച്ചു എന്നതാണ് തന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നുവെന്നും അക്കാര്യങ്ങളൊക്കെ SIT മറച്ചുവെച്ചുവെന്നും താനാണ് കൊണ്ടുവന്ന എന്ന തരത്തിൽ നിഗമനത്തിൽ SIT എത്തുകയായിരുന്നു എന്നുമാണ് തന്ത്രി ഇപ്പോൾ ആരോപിക്കുന്നത്. അപ്പോൾ SITക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ. തന്നിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയതെന്ന വാദങ്ങൾക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോറ്റിക്ക് ശബരിമലയുമായി ഇതിനു മുമ്പുണ്ടായിരുന്ന ബന്ധങ്ങൾ, പോറ്റിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ അവിടെ ജോലി ചെയ്തിരുന്ന വിവരങ്ങളൊക്കെ SIT മറച്ചുവെച്ചത് എന്നതാണ് തന്ത്രി ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. വിഗ്രഹ കവചങ്ങളിലെ സ്വർണം തേഞ്ഞു പോയതിനാൽ അവ വീണ്ടും പൂശണമെന്ന് താൻ നൽകിയ അഭിപ്രായം അതൊരു സതുദ്ദേശപരമായ അഭിപ്രായമാണ് താൻ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയത് എന്നതാണ് തന്ത്രി പറയുന്നത്. മറ്റുള്ളവരെല്ലാം ഇതിനെ ചെമ്പ് തകിടുകൾ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ, ആ സ്വർണം പൂശിയ ഭാഗങ്ങളെ ചെമ്പാക്കി എല്ലാവരും മാറ്റിയപ്പോൾ താൻ അവയെ സ്വർണം പൂശിയവ എന്ന് തന്നെയാണ് രേഖകളിൽ വ്യക്തമാക്കിയത് എന്ന കാര്യം തന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് താൻ ഗൂഢാലോചനയിൽ പങ്കാളിയല്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് എന്നതാണ് ജാമ്യാപേക്ഷയിൽ തന്ത്രി പറയുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ അറസ്റ്റിലേക്ക് പോയപ്പോൾ SIT പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുക്കുന്നത് ആചാര ലംഘനമാണെന്ന് അറിയാമായിരുന്നിട്ടും അതിന് തന്ത്രി ഒത്താശ ചെയ്തിരുന്നു എന്നതാണ് SIT ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം. റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ആ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ജനുവരി 9 തന്ത്രി കണ്ഠരര് വരെ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ശബരിമലയിൽ താന്ത്രിക അവകാശമുണ്ടായിരുന്ന താഴ്മൺ കുടുംബാംഗമായ തന്ത്രി ഈ പാളികൾ കടത്താൻ കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മൗനാനുവാദം നൽകി എന്നതാണ് മറ്റൊരെണ്ണം ചൂണ്ടിക്കാട്ടിയത്. ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് SIT. 2019 മെയ് 18 ശ്രീകോവിലിൽ വാതിലിന്റെ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും അഴിച്ചുമാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയപ്പോൾ ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല എന്ന കാര്യവും ചൂണ്ടിക്കാട്ടിയിരുന്നു. ആവശ്യമായ താന്ത്രിക നടപടികൾ പാലിച്ചില്ല എന്നീ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു തന്ത്രിയെ SIT അറസ്റ്റ് ചെയ്തിരുന്നത്. അതിനു മുൻ ആ സമയത്ത് തന്നെ ഈ അനുജ്ഞ വാങ്ങിയോ ഇല്ലയോ എന്നതൊക്കെ SITക്ക് എങ്ങനെ അറിയാം എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ്. മൗനാനുവാദം എന്നത് കുറ്റകൃത്യമാണോ തുടങ്ങിയ സംശയങ്ങൾ അന്ന് തന്നെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നവരൊക്കെ ചോദിച്ചിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും കോടതി ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ല എന്ന് വരുന്നു. തന്ത്രിയുടെ പങ്ക് സംബന്ധിച്ചുള്ള തെളിവുകൾ നിരത്താൻ SITക്ക് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ജാമ്യം അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഉയർന്ന ഈ സംശയങ്ങൾ ഏറെ ബലപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതിന് പുറമെയാണ് ജാമ്യാപേക്ഷയിൽ സർക്കാരിനെയും SITയെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഇതൊരു പ്രതികാര നടപടിയായിരുന്നു എന്ന കാര്യം തന്ത്രി ഉന്നയിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. SIT ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് കണ്ടെത്തുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഈ SIT ഈ കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് കാരണമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് തെളിവ് നൽകാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? പോറ്റിയുമായുള്ള ബന്ധം തെളിയിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പോറ്റിയെ തന്ത്രിയാണ് അവിടെ എത്തിച്ചത് എന്നത് SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് തെളിവ് നൽകാൻ കഴിയാതെ പോയത്? പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ മഹസറിൽ തന്ത്രി ഒപ്പിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ SIT തന്നെ മൗനാനുവാദം നൽകിയത് തന്ത്രിയാണെന്നും തന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് അതൊരു വൈരുദ്ധ്യമായി ചൂണ്ടിക്കാണിച്ചതാണ്. എന്തുകൊണ്ടാണ് 2 ജാമ്യാപേക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള മറുപടികളിൽ ഇത്തരം വൈരുദ്ധ്യം SITക്ക് സംഭവിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. ഏതാണ്ട് 2.5 കോടിയോളം രൂപയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ED ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇതൊന്നും എന്തുകൊണ്ട്
തെളിവായി കോടതിക്ക് മുന്നിൽ എത്തിയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നു. അവിടെ SIT പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമാണുള്ളത്. തന്ത്രിയുടെ പദവി എന്നത് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നുവെന്നും ക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിലോ സ്വത്തുക്കളുടെ പരിപാലനത്തിലോ തനിക്ക് യാതൊരു നിയമപരമായ അധികാരവും ഇല്ല എന്നുമാണ് തന്ത്രി പറയുന്നത്. ദേവസ്വം മാനുവൽ പ്രകാരം ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും തിരുവാഭരണങ്ങളുടെയും സംരക്ഷണവും കണക്കെടുപ്പും ദേവസ്വം കമ്മീഷണറുടെയും മറ്റുദ്യോഗസ്ഥരുടെയും മാത്രം ഉത്തരവാദിത്തമാണ് എന്നതാണ് തന്ത്രി ചൂണ്ടിക്കാട്ടുന്ന മറ്റു കാര്യങ്ങൾ. ഭരണപരമായ ക്രമക്കേടുകൾ തടയാൻ തനിക്ക് നിയമപരമായ ബാധ്യതയില്ല എന്നുകൂടി തന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നത് ക്രിമിനൽ ഗൂഢാലോചനയായി കാണാനാകില്ല എന്നതുകൂടിയാണ് തന്ത്രി ഈ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അത് അന്വേഷണത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം എന്ന വിമർശനം കോൺഗ്രസും BJPയും ഒക്കെ ഉയർത്തിയിരുന്നതാണ്. ആ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ് ഇപ്പോൾ തന്ത്രിയുടേതായി വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ. അതായത് തന്നെ പകപോക്കുകയാണ് തന്നോട് എന്ന് തന്ത്രി കൂടി ചൂണ്ടിക്കാട്ടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ബലം കൂടുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയെ ജയിലിലിട്ടത് എന്തിനെന്ന് SIT പറയണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്താണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കണം എന്ന് VD സതീശൻ ഇന്ന് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒരു തെളിവുമില്ലാതെ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ല, ഞാൻ നിരപരാധിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരാളെ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം? എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഏത് ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്? ഏത് സെക്ഷനാണ് അദ്ദേഹത്തിനെതിരായി അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അതെന്നെ കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന, തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാ പറഞ്ഞത്. ഇപ്പോ തെളിവിന്റെ ഒരു അംശം പോലും ഇല്ലാതെ 41 ദിവസം തന്ത്രിയെ അകത്തിട്ടതിന് SIT മറുപടി പറയണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. പിണറായിക്ക് വേണ്ടി തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി എന്ന ആരോപണമായിരുന്നു രാഹുൽ ഈശ്വർ ഇന്ന് നടത്തിയത്. നേരത്തെയും തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ രാഹുൽ ഈശ്വർ സർക്കാരിനെതിരെ രംഗത്ത് വന്നതാണ്. ഇപ്പോൾ അത് ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ. ബോധപൂർവം രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറി ശ്രീ പിണറായി വിജയന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. CPM നേതാക്കൾക്ക് നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ മുനയൊടിക്കാനായി തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്ത് ഇതിന്റെ എല്ലാം പിന്നിൽ തന്ത്രിയാണെന്ന കള്ളക്കേസിൽ കുടുക്കിയതാണ്. ഒന്ന്. രണ്ട്, കോടതിയുടെ വാക്കുകൾ കൃത്യമായി ഞാൻ പറയാം. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. അതായത് തെളിവിന്റെ കടുക് മണി പോലും തന്ത്രിക്കെതിരെ ഇല്ലാന്ന് ഒരു കോടതിയാണ് എഴുതി വെക്കുന്നത്. ആലോചിച്ച് നോക്കുക. അതായത് തന്ത്രിക്ക് സംശയത്തിന്റെ ആനുകൂല്യമല്ല, തന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ ദുർബലമാണെന്നല്ല, അങ്ങ് ശ്രദ്ധിച്ചു കാണും. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. തെളിവിന്റെ കടുകുമണി പോലും ഇല്ലാതെയാണ് ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഭക്തരുള്ള ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 40 ദിവസത്തിലധികം ജയിലിലിടുന്നത്. പി നമ്പിനാരായണൻ 50 ദിവസം ഇതേപോലൊരു കള്ളക്കേസിൽ ജയിലിൽ കിടന്നതിന് ശേഷം കേരള ചരിത്രത്തിൽ ഇതേപോലെ ഒരു കള്ളക്കേസിൽ 40 ദിവസം ശബരിമല തന്ത്രിക്ക് കിടക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ നാടിന്റെ നാണക്കേടാണ്, ദുര്യോഗമാണ്. അങ്ങേക്കറിയാലോ, ഞാനൊരു ഗാന്ധിയനും മതസൗഹാർദ്ദവാദിയുമാണ്. പക്ഷേ ഞാൻ വളരെ വിനയത്തോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം മതസഹോദരങ്ങളുടെ നേതാക്കളെയോ അല്ലെങ്കിൽ ആത്മീയ നേതാക്കളെയോ പള്ളിയിലച്ചന്മാരെയോ മൗലവിമാരെയോ ഇതേപോലൊരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ ഗവൺമെന്റ് ജയിലിലിടൂ? നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ എന്താ പറയുക ദുര്യോഗമാണ് നമ്മുടെ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇതൊക്കെയാണ് രാഹുൽ ഈശ്വറിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. എന്തായാലും നേരത്തെ തന്നെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി മൂർച്ച കൊടുക്കുകയാണ് രാഹുൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമല യുവതീ പ്രവേശനത്തിൽ സ്വന്തമായി നിലപാട് CPMന് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നിലപാട് മാറ്റും, അല്ലെങ്കിൽ ആ നിലപാട് ഇപ്പോൾ തുറന്നു പറയാനുള്ള സാഹചര്യം ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് CPM നിൽക്കുന്നത്. അങ്ങനെ ഒരു സർക്കാർ യുവതീ പ്രവേശനത്തിനെതിരായി നിലപാട് സ്വീകരിച്ചതിൽ പകപോക്കി എന്ന് പറയുന്നത് ഒരു തമാശയായിട്ടാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. എന്തായാലും വിശ്വാസത്തിനെതിരായി ഒന്നും ചെയ്യില്ല എന്നതാണ് സർക്കാരും ഒപ്പം തന്നെ
CPM നേതാക്കളും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നുണ്ട് SIT കൃത്യമായ ഇടവേളകളിൽ. അപ്പോൾ ജാമ്യം എന്ന് പറയുന്നത് ഒരു അന്തിമ വിധി പ്രഖ്യാപനമൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. ജാമ്യം അനുവദിച്ചു എന്ന ഒരു സാഹചര്യം, അതിൽ ഏതെങ്കിലും തരത്തിൽ തന്ത്രി കുറ്റവിമുക്തനായി എന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്നത് ആ അന്വേഷണം പൂർത്തിയായി അതിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ വിലയിരുത്തലിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് പ്രത്യാരോപണങ്ങളായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കോടതിക്ക് മുന്നിൽ നിരത്തിയ വാദങ്ങളായി നമുക്ക് ഇപ്പോൾ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാത്തിരുന്ന് കാണാം എന്താണ് ഇതിന്റെയൊക്കെ നിജസ്ഥിതി എന്നത്. ആളുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒപ്പം ചേർത്ത് നിർത്തുന്നത്, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തങ്ങൾക്കൊപ്പം വരുത്തുന്നത് ഒക്കെ വിസ്മയം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചത് VD സതീശനാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ വിസ്മയം വളരെ ശക്തമായി നടക്കുന്നത് തമിഴ്നാട്ടിലാണ് എന്ന് തന്നെ പറയാം. വിജയകാന്ത് രൂപീകരിച്ച DMDK പാർട്ടി DMKയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ചേർന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇന്നിതാ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും AEADMK നേതാവുമായിരുന്ന O പനീർസെൽവം AK സ്റ്റാലിനെ സന്ദർശിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ വീണ്ടും DMK സർക്കാർ അധികാരത്തിലെത്തുമെന്ന് സന്ദർശനത്തിന് പിന്നാലെ പനീർസെൽവം പറയുകയും ചെയ്തു. തുടർഭരണം ലക്ഷ്യമിട്ടുള്ള വലിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് പനീർസെൽവത്തെ ഒപ്പം നടത്തിയുള്ള നീക്കമെന്നുകൂടി നമുക്ക് നോക്കാം. നിയമസഭാ മന്ദിരത്തിൽ വെച്ചായിരുന്നു പനീർസെൽവവുമായുള്ള വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടന്നത്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഈ ചർച്ചയിൽ പങ്കെടുത്തു. NDAയിൽ ചേരാതെ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാമോ എന്ന് OPSനോട് സ്റ്റാലിൻ ആരാഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം. OPSന്റെ മകനൊപ്പം ഉണ്ടായിരുന്നു. DMK വീണ്ടും സർക്കാർ രൂപീകരിക്കും. താൻ ഇന്ന് മുഖ്യമന്ത്രി സ്റ്റാലിനെ കണ്ടു. കഴിഞ്ഞ 5 വർഷത്തെ വിജയകരവും മികച്ചതുമായ ഭരണത്തിന് താൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്നൊക്കെ പനീർസെൽവം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള പനീർസെൽവത്തിന്റെ ചുവടുമാറ്റം വളരെ ശ്രദ്ധേയമാണ്. സന്ദർശനം സംബന്ധിച്ച് പക്ഷേ DMKയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പനീർസെൽവം DMKയിൽ ചേർന്നേക്കും എന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ കൂടിക്കാഴ്ചയെന്നും അതിന് പിന്നാലെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമെന്നും കരുതുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ O പനീർസെൽവം BJP നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ രാമനാഥപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് BJP സഖ്യം വിട്ട പനീർസെൽവം AEADMKയിൽ തിരിച്ചെത്താൻ നീക്കങ്ങൾ നടത്തിയിരുന്നു എങ്കിലും പളനിസ്വാമി അതിനെ എതിർക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പനീർസെൽവത്തെ ഒപ്പം നിർത്താൻ DMK തയ്യാറെടുക്കുന്നത്. അങ്ങനെ തന്ത്രപരമായ ഒരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. സന്ദർശനത്തെക്കുറിച്ച് DMK ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് DMKയ്ക്കൊപ്പം പനീർസെൽവം DMKയ്ക്കൊപ്പം ഉണ്ടാകും OPS എന്നതിൻ്റെ വിവരങ്ങളാണ് വരുന്നത്. അത് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ടായിരിക്കുമോ അതോ DMKയിൽ ലയിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരാനുണ്ട്. എന്തായാലും ആ ഒരു യോജിപ്പിൻ്റെ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസമാണ് വിജയകാന്തിൻ്റെ പാർട്ടിയായ DMK സഖ്യത്തിൽ ചേരാൻ തീരുമാനമെടുത്തത്. DMDK ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്ത് DMK ആസ്ഥാനത്തെത്തിയാണ് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയത്. മിന്നൽ വേഗത്തിലാണ് വിജയകാന്തിന്റെ പാർട്ടിയെ DMKയിൽ എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളും ചർച്ചകളും ഒക്കെ പൂർത്തിയായത്. NDA സഖ്യത്തിലേക്ക് DMDK പോകുമെന്നുള്ള സൂചനകൾക്കിടെയായിരുന്നു ഈ വളരെ വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അവരെ ഒപ്പം നിർത്താൻ സ്റ്റാലിൻ തയ്യാറായത് എന്ന സാഹചര്യം കൂടിയുണ്ട്. അത് NDAയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്ന ഒരു നീക്കം കൂടിയായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2005-ൽ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായാണ് DMK സഖ്യത്തിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയെ സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച തീരുമാനം DMK രൂപീകരിക്കുന്ന സമിതിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കും എന്നതാണ് പ്രേമലത പറഞ്ഞത്. DMDK സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ DMK ഭരണം തുടരുന്നത് ഉറപ്പാക്കാൻ DMDKയുടെ വരവ് സഹായിക്കുമെന്ന് പിന്നീട് സ്റ്റാലിൻ എക്സിൽ കുറിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. DMK സഖ്യത്തിലേക്കുള്ള വരവ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് സംഭാവനയാകട്ടെ തുടങ്ങിയ കാര്യങ്ങൾ കൂടി സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഒരുമിച്ച് നീങ്ങാനുള്ള വലിയ സന്ദേശമാണ് MK സ്റ്റാലിൻ ഇന്നലെ ആ കൂടിക്കാഴ്ചയ്ക്ക് DMDKയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുന്നോട്ട് വെച്ചത്. എന്തായാലും വിജയുടെ തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിൽ വലിയ അത്ഭുതങ്ങൾ കാട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടമാണ്. അവരും യാതൊരു സഖ്യത്തിനില്ല എന്ന ഒരു
കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഖ്യത്തിനുള്ള NDA ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഒക്കെ ശ്രമങ്ങൾ അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിലും വിജയ് എന്ത് അത്ഭുതം തമിഴ്നാട്ടിൽ കാണിക്കും എന്നത് വലിയ ഒരു സംശയമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനൊക്കെയുള്ള നീക്കമാണ് തമിഴക വെട്രികഴകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ തങ്ങളുടെ അടിത്തറ വിപുലീകരിക്കുക എന്നത് തന്നെയാണ് DMK ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളും തന്ത്രങ്ങളുമാണ് സ്റ്റാലിൻ പയറ്റുന്നത്. NDA മറുഭാഗത്ത് അവിടെ കൂടുതൽ ശക്തമാകാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. DMDKയെ ഒപ്പം നിർത്തിക്കൊണ്ട് അതിനുള്ള ഒരു പ്രഹരമാണ് കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ നൽകിയത്. ഭരണ തുടർച്ചയ്ക്ക് എന്തായാലും സർവ്വ തന്ത്രങ്ങളും പയറ്റുകയാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിൽ എന്ന് തന്നെ പറയാം. മുന്നണി വിപുലീകരണത്തിന് എല്ലാ സാധ്യമായ വഴികളും അദ്ദേഹം തേടുന്നുണ്ട്. AEA-DMK കോട്ടകളിൽ വിള്ളലുണ്ടാക്കി ഭരണ തുടർച്ച ഉറപ്പാക്കാനുള്ള സ്റ്റാലിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയാണ് OPS-നെ കൂടി ഒപ്പം നിർത്താനുള്ള ഈ ശ്രമത്തെ കാണേണ്ടത്. തമിഴകത്ത് എന്തായാലും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ, തന്ത്രങ്ങൾ ഒക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതിന്റെ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നേരം വൈകുന്നേരത്തിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. തിരൂരിൽ രക്ഷാദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ അവിടെ ലോറി പുറത്തേക്ക് എത്തിക്കാൻ പറ്റും എന്നൊരു സാഹചര്യമുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാം ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6-ൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.